ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ 8ാം ഭാഗം ഫോക്കസ് പോയിന്റ് റിവിഷനിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇതിൽ ക്യാൻ യു ഗീവ് എ ബ്രീഫ് നോട്ട് അബൌട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ ഫോറിൻ പോളിസി? അതായത് ഇന്ത്യൻ ഫോറിൻ പോളിസിയെക്കുറിച്ച്, വിദേശ നയത്തെക്കുറിച്ചാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ഇതിൽ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് നല്ല ധാർമ്മിക ശക്തിയായി അംഗീകരിക്കപ്പെടുവാനായിട്ട് ഇന്ത്യ എടുത്തിരിക്കുന്ന വിദേശ നയം, അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുക എന്നാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് വാസ് എ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം. അപ്പോൾ സാമ്രാജ്യത്വത്തിനും കൊളോണിയലിസത്തിനും എതിരെ ഫോം ചെയ്ത ഒന്നാണ് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം. അതുപോലെ തന്നെ മറ്റ് ഏഷ്യൻ ആഫ്രിക്കൻ നേഷനെ അവരെയും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനായിട്ട് സഹായിക്കുകയുണ്ടായി. അപ്പോൾ ഇറ്റ് ഹെൽപ്ഡ് അതർ ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ നേഷൻസ് ടു ഫൈറ്റ് ഫോർ ദെയർ ഫ്രീഡം ആൻഡ് എഗെയിൻസ്റ്റ് കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം. ഇപ്പോൾ നാഷണൽ മൂവ്മെൻറ്റ് സ്ഥാപിച്ചപ്പോൾ തന്നെ അത് വിദേശ രാജ്യങ്ങൾക്കൂടെ സഹായകരമായ പ്രവൃത്തികൾ ചെയ്തിരുന്നു. അവർ ലീഡേഴ്സ് ഗോട്ട് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ ലീഡേഴ്സ് ഓഫ് അതർ ആഫ്രോ ഏഷ്യൻ നേഷൻസ്. അപ്പോൾ ഇവിടെ ആ കാലം മുതലേ ആഫ്രിക്കൻ ഏഷ്യൻ നേഷനുമായിട്ട് ഒരുപാട് ബന്ധം പുലർത്തിയ പോളിസിയായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അത് പ്രത്യേകിച്ച് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ, കൊളോണിയൽ റൂളുമായി ബന്ധപ്പെട്ടായിരുന്നു അങ്ങനെയുള്ള വിദേശ നയം. ഐഡിയാസ് ആൻഡ് ഗോൾസ് ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് അവർ ഫോറിൻ പോളിസി. ഇപ്പോൾ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ആ കാലഘട്ടത്തിലെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ തന്നെ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും നമ്മൾ ആ വിദേശ നയം അതേപോലെ തന്നെയാണ് തുടർന്നുകൊണ്ട് വന്നത്. ഇന്ത്യ ഗോട്ട് ഫ്രീഡം വെൻ ദ കോൾഡ് വാർ വാസ് ഗോയിങ് ഓൺ ബിറ്റ്വീൻ റഷ്യ ആൻഡ് അമേരിക്ക. അമേരിക്കയും റഷ്യയും തമ്മിലൊരു ശീതസമരം നടക്കുന്ന സമയത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇപ്പം എല്ലാ തലങ്ങളിലും ശീതസമരം എന്ന് പറഞ്ഞാൽ കോൾഡ് വാർ, അത് അവർ പ്രകടിപ്പിക്കുന്നില്ല, അവർക്ക് ശത്രുതയുണ്ട്. പക്ഷേ അവർ അത് രാഷ്ട്രീയപരമായി, എക്കണോമിക്കൽ പരമായി, മിലിറ്ററി ലെവലിലൊക്കെ അവർക്ക് ശത്രുത അവർ കാണിക്കുന്നുണ്ട്, ഉള്ളിലുണ്ട്. പക്ഷേ പ്രകടമായി അതൊരു യുദ്ധമായിട്ടില്ല. അതിനെയാണ് ശീതസമരം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് അറൗണ്ട് ദിസ് ടൈം ദാറ്റ് ദ യുണൈറ്റഡ് നേഷൻസ് വാസ് ബോൺ. ഈ കാലഘട്ടത്തിലാണ് 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഐക്യരാഷ്ട്രസഭ ഉണ്ടായത്. ദ യൂസ് ഓഫ് അറ്റോമിക് വെപ്പൺ ബിഗാൻ ജസ്റ്റ് എ ലിറ്റിൽ ബിഫോർ ദിസ് പീരീഡ്. അപ്പോൾ അറ്റോമിക് വെപ്പൺസ്, ആയുധങ്ങളുടെ ഉപയോഗം ഇതിന് ജസ്റ്റ് മുമ്പാണ്, 2ാം ലോകമഹായുദ്ധ ആ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. Therefore it was necessary to formulate a foreign policy to keeping with the interest of the nation. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിദേശ നയം രൂപീകരിക്കേണ്ടത് ആവശ്യമാണ്. അതനുസരിച്ചാണ് ഇന്ത്യ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഒരു ഫോറിൻ പോളിസി രൂപീകരിച്ചത്. ദ ഫോളോയിങ് 3 തിങ്സ് വെർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഫോർമുലേറ്റിംഗ് സച്ച് എ പോളിസി. 3 കാര്യങ്ങൾ വളരെയധികം പ്രധാനമായിരുന്നു. ഒന്ന്, നെഹ്റുവിൻ്റെ പങ്ക്. ഇപ്പം നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ, കാരണം ഇത്രയും നല്ല രീതിയിലൊരു വിദേശ നയം ഉണ്ടാകില്ലായിരുന്നു. അപ്പം നെഹ്റുവിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഹ്റു വാസ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫോറിൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഫ്രം 1946 to 1964. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതുപോലെ വിദേശകാര്യമന്ത്രിയാണ്. അപ്പോൾ വിദേശകാര്യങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടത് നെഹ്റുജിയുടെ കടമയായിരുന്നു. സോ ഹി ഹാഡ് ദ ബിഗ് റോൾ ഇൻ ദ ഫോർമുലേഷൻ ഓഫ് അവർ ഫോറിൻ പോളിസി. അപ്പം നമ്മുടെ വിദേശ നയങ്ങൾ രൂപപ്പെടുത്തിയത് അദ്ദേഹമാണ്. അതിന് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും. അദ്ദേഹത്തിന് വളരെ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ഹി ഫോളോഡ് എ പോളിസി വിച്ച് വാസ് conducive to the maintenance of our sovereignty, protection of our boundaries, our unity and economic strength. എല്ലാം നോക്കിയിട്ട്, അതായത് നമ്മുടെ ഐക്യം നോക്കണം, അതുപോലെ തന്നെ അതിർത്തികൾ സംരക്ഷിക്കണം, നമ്മുടെ പരമാധികാരം നിലനിർത്തണം, അതുപോലെ സാമ്പത്തിക വളർച്ച ഉണ്ടാകണം. അതനുസരിച്ചുള്ളൊരു നയമാണ് അദ്ദേഹം പിന്തുടരുന്നത്. ഇറ്റ് വാസ് വിത്ത് ഓൾ ദീസ് ഇൻ ഹിസ് മൈൻഡ്. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഹീ ബിക്കെയിം വൺ ഓഫ് ദ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് നോൺ അലൈൻഡ് പോളിസി. അപ്പോൾ അദ്ദേഹമാണ് നോൺ അലൈൻഡ് പോളിസി, ചേരിചേരാ നയം. ഒരു ചേരിയിലും ചേരുന്നില്ല, അമേരിക്കയുടെ കൂടെയും ചേരുന്നില്ല, റഷ്യയുടെ കൂടെയും ചേരുന്നില്ല.
ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഇടപാട് അതായിരുന്നു നില. ഇനി രണ്ടാമത്തേത് കീപ്പിംഗ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ബോത്ത് ദ സൂപ്പർ പവർ. 2 സൂപ്പർ പവറാണുള്ളത്, ഒന്ന് അമേരിക്കയും ഒന്ന് റഷ്യയും. അവരോടൊക്കെ ഈക്വലായിട്ട് ഒരു ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരോട് ശത്രുതയുമില്ല, എന്നാൽ അവരോട് അധികം അടുപ്പവുമില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് സഹായിക്കുവാനായിട്ട് രണ്ടുപേരുടെയും കൂടെ നിൽക്കുകയും ചെയ്യും. ആസ് ദ കോൾഡ് വാർ വാസ് ഗോയിങ് ബിറ്റ്വീൻ ദ സൂപ്പർ പവർ, ഇന്ത്യ വാണ്ടഡ് വേൾഡ് പീസ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. എക്കണോമിക്കലി തകർന്നു കിടക്കുന്ന ഭാരതം, അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഡിവിഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു വശത്ത്, ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ട സമയത്ത് ഇനി ഒരു യുദ്ധമോ അങ്ങനെയുള്ള കാര്യമോ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പോൾ ലോക സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതാണ് ഇന്ത്യ ആഗ്രഹിച്ചത്. ഫോർ ദാറ്റ് വി കണ്ടിന്യൂഡ് വിത്ത് അവർ നോൺ അലൈൻഡ് പോളിസി. അപ്പോൾ അതാണ് നമ്മുടെ വിദേശ നയം, നമ്മൾ ചേരിചേരാ നയം ഇന്ത്യ സ്വീകരിച്ചത്. എന്തിനൊക്കെയാണ്? ട്രൈ ടു റെഡ്യൂസ് ദ ടെൻഷൻ ഓഫ് ദ കോൾഡ് വാർ. അപ്പോൾ ഓരോ കക്ഷികളുടെയും കൂടെ ചേർന്ന് ഒരു ശീതയുദ്ധം, അതിൻ്റെ ഒരു ടെൻഷൻ കുറക്കുവാൻ വേണ്ടി, അത് കുറേ ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുക, അതിനു വേണ്ടിയാണ് ഈ ചേരിചേരാ നയം ഉണ്ടാക്കിയത്. സപ്ലൈഡ് മാൻ പവർ ഫോർ ദ പീസ്ഫുൾ മിഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭ സമാധാനപരമായ ദൗത്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന് ഹ്യൂമൻ പവർ അല്ലെങ്കിൽ മനുഷ്യശക്തി, ആളുകളെ അതിനു വേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ നൽകി. ആസ് എ ന്യൂലി ഇൻഡിപെൻഡൻറ്റ് കൺട്രി, ഇന്ത്യ കുഡ് നോട്ട് ക്ലെയിം എ ബിഗ് പൊളിറ്റിക്കൽ പവർ. അതുമാത്രമല്ല, ഇന്ത്യക്ക് അങ്ങനെ വലിയ രാഷ്ട്രീയ ശക്തികളും ഒന്നും അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്ത്യ സ്വതന്ത്രമായിട്ടേ ഉള്ളൂ. ഇനി അത് ശക്തിപ്പെടുത്തി വരണം. അപ്പോൾ അത് ആരുടെയും കൂടെ നിൽക്കാനുള്ള ശക്തിയൊന്നും അതിനില്ല. Therefore, India decided to keep away from the ongoing Cold War between the superpower. അവർ തമ്മിലുള്ള, റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആ കോൾഡ് വാറിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചത്. The non-aligned policy helped us to do what it was difficult for India to maintain this non-aligned stance always. എന്നാൽ ഇങ്ങനെ ചേരാതെ നിൽക്കുന്ന നയം എപ്പോഴും ചെയ്യാൻ ഇന്ത്യക്ക് പറ്റില്ല. പല സമയങ്ങളിലും ഇന്ത്യക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. When the British attacked Egypt and Russia attacked Hungary. ഇപ്പോൾ ബ്രിട്ടീഷ് ഈജിപ്തിനെ ആക്രമിച്ചു, അതുപോലെ റഷ്യ ഹംഗറി ആക്രമിച്ചു. ആ സമയത്തൊക്കെ ഇന്ത്യ ചെറിയ തോതിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ബട്ട് ഇൻ മെനി ഇൻ്റർനാഷണൽ പ്രോബ്ലംസ് ഇന്ത്യ മെയിൻറ്റെയിൻഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡ്. പക്ഷേ വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലൊന്നും ഇന്ത്യ കയറി ഇടപെടാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്ത്യ ആ ഒരു സ്വതന്ത്ര നിലപാട് നിലനിർത്തിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. ഇന്ത്യ റിസീവ്ഡ് ഹെൽപ്പ് ബോത്ത് ഫ്രം USA ആൻഡ് ഓൾസോ റഷ്യ ഓൺ ഡിഫറെൻറ്റ് ഒക്കേഷൻസ്. അപ്പോൾ അതുകൊണ്ട് ആരെയും പിണക്കാതെ, 2 വൻശക്തികളെയും പിണക്കാതെ അവരോടൊരു സൗഹൃദ മനോഭാവത്തോടെ നിൽക്കുന്നതുകൊണ്ട്, ആരുടെയും കൂടെ ചേരാത്തതും കൊണ്ടും USA സഹായവും റഷ്യയുടെ സഹായവും പല അവസരങ്ങളിലും ഇന്ത്യക്ക് ലഭിച്ചു. ഇനി മൂന്നാമത്തേത്, ഒരു ഐക്യം സ്ഥാപിക്കാൻ സാധിച്ചത് ആഫ്രോ ഏഷ്യൻ യൂണിറ്റിയാണ്. അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ നെഹ്റു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ഡിഫറെൻറ്റ് ഏഷ്യൻ ആഫ്രിക്കൻ ലീഡേഴ്സ്. അവരുമായിട്ട് വളരെയധികം, അവരുടെ നേതാക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തി. ഇൻ മാർച്ച് 1947 ദ ഏഷ്യൻ റിലേഷൻ കോൺഫറൻസ് വാസ് സമ്മൺ. 47 ഏഷ്യൻ റിലേഷൻ കോൺഫറൻസ് വിളിച്ചു. ത്രൂ ദിസ് ഇന്ത്യ റേസ്ഡ് ഹെർ വോയിസ് അഗെയിൻസ്റ്റ് കൊളോണിയലിസം ആൻഡ് അപ്പാർത്തൈഡ്. അപ്പോൾ ആ ഒരു കോൺഫറൻസിൽ ഇന്ത്യ തങ്ങളുടെ നയം വ്യക്തമാക്കി. കോളനി ഈ വാഴ്ചയ്ക്കെതിരെയുമാണ്, തങ്ങൾ വർണ്ണ വിവേചനത്തിനുമെതിരെയാണ്, അതിനൊക്കെതിരെ ഇന്ത്യ ശബ്ദമുയർത്തി. അതുപോലെ തന്നെ ബന്ധും കോൺഫറൻസ് പേവ് ദ വേ ഫോർ ദ ഫോർമുലേഷൻ ഓഫ് നോൺ അലൈൻ മൂവ്മെൻറ്റ്. ഇപ്പോൾ സമ്മേളനമാണ് ഈ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്നുള്ള ഫോറിൻ പോളിസിക്ക് വഴിയൊരുക്കിയത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയുടെ ഫോറിൻ പോളിസി. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക.